അപ്പം മലയാള സിനിമയിലെ ഗംഭീരമായൊരു തുടക്കം റാണിക്ക് ലഭിച്ചിരിക്കുകയാണ്. അപ്പൊ ഇനിയും ഒരുപാട് മികച്ച കഥാപാത്രങ്ങൾ റാണിയെ തേടി എത്തട്ടെ എന്നൊക്കെ ആശംസിക്കുകയാണ്. ചൂണ്ടിക്കാണിച്ചാൽ മതിയോ? ആരാണ് വിളിക്കാൻ പോകുന്നത് നമ്മള്? The one and only ധ്യാൻ. Let's welcome ധ്യാൻ on stage. അപ്പം ധ്യാനും ദിലീപേട്ടനുമായിട്ട് ആദ്യമായിട്ട് സ്ക്രീനിൽ ഒന്നിക്കുന്ന ചിത്രം കൂടിയായിരുന്നു. ദിലീപേട്ടന്റെ അനിയനായിട്ടാണ് ധ്യാൻ എത്തിയത്. നമ്മളെല്ലാവരും ചിത്രം കണ്ടതാണ്. അപ്പം ധ്യാൻ നല്ലൊരു കീഴ്ത്തോണ്ട വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. അപ്പൊ ദിലീപേട്ടന്റെ വാക്കുകൾക്ക് ശേഷം നമ്മൾ ഏറ്റവും അധികം കാത്തിരുന്ന ആ വാക്കുകളിലേക്ക് നമ്മൾ കിടക്കുകയാണ്. ഇതൊക്കെ സംഭവിക്കാൻ പോകുന്നുണ്ട് ഇവിടെ. എല്ലാരും റെഡി അല്ലേ? മെയിൻ ആൾക്കാരെ ലാസ്റ്റാ വിളിക്കുക. സാധാരണ അങ്ങനെയല്ലേ പതിവ്. നേരത്തെ വന്നല്ലോ. സീരിയസ് ആയിട്ടൊന്നും സംസാരിക്കാൻ അറിയില്ല. എന്നാലും അപ്പോ സാധാരണ ഇങ്ങനൊന്നും എന്റെ സിനിമകൾ സംഭവിക്കാത്തതാണ്. അതൊരു അത്ഭുതമാണ്. ഞാൻ ചിലപ്പോ കരഞ്ഞു പോകും. നമ്മുടെ ഞാനും ബിന്ദുവും മൂന്നാമത്തെ സിനിമയിൽ നമ്മളും ഭാഗമാവുന്നു, അല്ലെങ്കിൽ അതൊരു നിയോഗം പോലെ, അല്ലെങ്കിൽ അതൊരു ഭാഗ്യമായി എനിക്ക് തോന്നുന്നു. കാരണം ബിന്ദു അല്ലെങ്കിൽ ഇത് അഘോരാത്രം ആ സീൻ ഇങ്ങനെ ആലോചിച്ച് എന്നിട്ട് എന്നെ ഓടി വന്നിട്ട് എന്നെ നോക്കിയിട്ട് അടുത്ത് വന്നിട്ട് പറയും, എടാ അത് അവിടെ എന്താ പറയാന്ന് പറയുമ്പോഴേക്ക് പെട്ടെന്ന് എന്നെ കണ്ടിട്ട് ഇവനോട് ചോദിച്ചിട്ട് അങ്ങനെ മാറിപ്പോകുന്നതും ഞാൻ കണ്ടു. അപ്പൊ ഞാൻ മാറിയെന്ന് ആലോചിക്കുക, എന്തിനാണ് ഷാരിസ് എഴുതി വെച്ചിട്ടുണ്ട്, ബിന്ദു കൃത്യമായി ഇത് ചെയ്യുന്നുണ്ട്. അതിനിടയിൽ ഒരാളിങ്ങനെ കിടന്ന് എന്തിനാണ് ഇങ്ങനെ ആലോചിച്ച് ടെൻഷൻ അടിക്കുകയാണ്. ആവശ്യത്തിനധികം ടെൻഷൻ വേറെ ഉണ്ടായിട്ട് പോലും ഇതിനിടയിൽ ഈ ടെൻഷനും കൂടെ എന്തിനാണെന്ന് ഞാൻ ദിവസം പറയുന്നത്. നമ്മൾ ഇത്രയും ആത്മാർത്ഥത വേണോ? അപ്പൊ ഇത് എന്ന് പറയുന്നത് ഇവരുടെ ഒരു പ്രോസസ് അങ്ങനെയാണ്, ഇവരുടെ വർക്കിംഗ് അങ്ങനെയാണെന്ന് ഞാൻ. അപ്പൊ അതെനിക്കൊരു അത്ഭുതമായിരുന്നു. കാരണം സംഭവിക്കാൻ കാരണമായിട്ടുള്ള പ്രധാനി, ഈ സിനിമയുടെ നിർമ്മാതാവ്, ഞാൻ മലയാള സിനിമയിൽ അളിയ എന്ന് വിളിക്കുന്ന ചുരുക്കം ചില ആൾക്കാരിൽ ഒരാളാണ് എൻ്റെ അളിയൻ ലിസ്റ്റിൻ സ്റ്റീഫൻ. ഈ പടത്തിന്റെ പ്രമോഷന് ഉണ്ടോ, അല്ലെങ്കിൽ ബിന്ദുവിനോട് ചോദിച്ചു ഈ പടത്തിന്റെ പ്രമോഷൻ ഒന്നും പരിപാടിയൊന്നും ഇല്ല. അപ്പം ദിലീപേട്ടൻ പറഞ്ഞു പ്രമോഷൻ ഒന്നും വേണ്ട, ഇന്റർവ്യൂ ഒന്നും കൊടുക്കണ്ട, സിനിമ നേരെ തിയേറ്ററിൽ കണ്ടാ മതി എന്നൊക്കെ അങ്ങനെ എന്നോട് പറഞ്ഞേ. ആ അതൊന്നും വേണ്ട. അങ്ങനെ ഇതിന്റെ പക്ഷെ നിങ്ങൾ ലിസ്റ്റിൻ സ്റ്റീഫൻ തന്നെ ബുദ്ധിരാക്ഷസനെ തിരിച്ചറിയണം. അതാണ് പറയാൻ പോകുന്ന കാര്യം. കാരണം പ്രമോഷൻ ഇല്ലാതെ ഇന്നത്തെ കാലത്ത് എങ്ങനെ ഒരു സിനിമ ആൾക്കാരിലേക്ക്, ദിലീപേട്ടന്റെ സിനിമയ്ക്ക് അതിന്റെ ആവശ്യമില്ലെങ്കിൽ പോലും ഇന്ന് വലിയ വലിയ സിനിമകൾ പോലും ഇവിടെ തെലുങ്കുന്നൊക്കെ പ്രഭാസും നാനിയൊക്കെ ഇവിടെ വന്ന് പടം പ്രൊമോട്ട് ചെയ്യണം. അപ്പൊ ആൾക്കാരിലേക്ക് എത്താൻ, ഈ സിനിമ പ്രൊമോട്ട് ചെയ്യാൻ ദിലീപേട്ടൻ ഈ പ്രീ റിലീസ് അല്ലെങ്കിൽ ഇന്റർവ്യൂസ് ഒക്കെ വേണ്ടെന്ന് പറഞ്ഞപ്പോ എല്ലാവർക്കും ഉള്ളത് കൃത്യമായിട്ട് വിഹിതമൊക്കെ വെച്ച് നൽകിയിട്ടുണ്ട്. അപ്പൊ എല്ലാവരും ഹാപ്പി അല്ലേ? ഹാപ്പി എല്ലാവരും കഴിഞ്ഞിട്ടില്ല, ഒന്ന് നിക്കണേ. ഇനി നമുക്ക് പക്ഷെ നമ്മുടെ നിങ്ങളുടെ